എന്തെങ്കിലും ചോദിച്ചു വരുന്നുണ്ടോ എന്ന് വിചാരിച്ചിട്ട് കാത്തു കുത്തിയിരിക്കലല്ല പണി. അതുകൊണ്ട് ഇ ഡിയുടെ കേസിൽ, പ്രത്യേകിച്ച് ഇ ഡിയുടെ കേസിലാണെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇത് നമ്മുടെ ഒരു FIR ഉണ്ടാക്കിയിട്ട് അത് ഇ ഡിയെ അറിയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ഈ കേസ് അവസാനിക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങളുടെ രേഖകളൊക്കെ പരിശോധിച്ചിട്ട് അതിൽ നിന്ന് ഫ്രീസ് ചെയ്തതിൽ നിന്ന് ഇന്നയാൾക്ക് ഇത്ര പൈസ കൊടുത്തേക്കാം എന്നുള്ള ഓർഡർ അവർക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ ഇടാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ ദിവസം കോടതിയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ ഹയർച്ചിക്കാരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഇവിടെയല്ല വരേണ്ടത്, നിങ്ങളിത് അറ്റാച്ച് ചെയ്ത് ഓഫീസറുടെയൊക്കെ പോവുക, അല്ലെങ്കിൽ നിങ്ങൾ നേരാവണ്ണം റിപ്പോർട്ട് കൊടുക്കുക. നിങ്ങളുടെ അധ്വാനിച്ചുണ്ടാക്കിയ രാപകലില്ലാതെ ശ്രീനിയും പ്രതാപനും പൂളിൽ നിന്ന് കോരിയെടുത്ത പൈസയാണിതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 24 മണിക്കൂറും മറ്റേ ഹൈറിച്ചിൻ്റെ ഷോപ്പ് തുറന്നു വെച്ചിട്ട് അവിടെ പിന്നെ മല്ലിപ്പൊടിയും മുളക് പൊടിയും വിറ്റിട്ട് ഉണ്ടാക്കിയ പൈസയാണ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ തെളിവ് കൊടുത്തു കഴിഞ്ഞാൽ ഇ ഡിയുടെ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി അതൊക്കെ പരിഗണിച്ചിട്ട് നിങ്ങൾക്ക് പൈസ തരും. നിങ്ങളെന്തിനാണ് ഇങ്ങോട്ട് പാഞ്ഞു വരുന്നതെന്നാണ് പിന്നെ ഹൈക്കോടതി ചോദിച്ചത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവരുടെയൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ ഇ ഡിയെയോ അല്ലെങ്കിൽ വട്സിൻ്റെ അതോറിറ്റിയെയോ ബോധിപ്പിക്കാനുണ്ടെങ്കിൽ അവരെന്നേ ചെയ്തേനെ എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ജനുവരി 23-നും 24-നുമാണ് ഇവരുടെ ഓഫീസുകളും വീടുകളും ഒക്കെ മറ്റേ സെർച്ച് ചെയ്തത്. 24-ാം തീയതി തന്നെ ഇതിൻ്റെ റിപ്പോർട്ട് അഡ്ജുഡിക്കേറ്റിംഗ് ഓഫീസർക്ക് കൊടുത്തതാണ്. അപ്പോൾ അതിൻ്റെ കോപ്പിയിൽ നമ്മൾ കാണാം, ഇത് ഹൈറിച്ചിനും മാർക്ക് ചെയ്തിട്ടുണ്ട്, ഇവർക്കും കിട്ടിയിട്ടുണ്ട് അതിൻ്റെ കോപ്പി. പക്ഷേങ്കിൽ അതിനുശേഷം 3 മാസം കഴിഞ്ഞിരിക്കുന്നു അല്ലേ. ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഒക്കെ കഴിഞ്ഞിപ്പം ഏപ്രിലായി. ഇതുവരെ ഇത് നിങ്ങൾ കണ്ടുകെട്ടിയത് അന്യായമാണ്. നമ്മൾ രാപകലില്ലാതെ പൂളിൽ നിന്ന് കോരിയെടുത്ത പൈസയാണ്. അത് കുറച്ച് കോരിയിട്ട് മറ്റേ ലീഡർമാർക്കും ഇതിൽ പൈസ ഇട്ടവർക്കും ഇപ്പോൾ പാർട്ട്നേഴ്സ് ഒന്നും പറയാറില്ലായിരുന്നു, എന്നാലും ഇടയ്ക്കിടയ്ക്കെങ്കിലും ഒരു പാർട്ട്നേഴ്സ് എന്നൊക്കെ പറയണം കേട്ടോ. ഹൈറിച്ചുകളികൾ ഈ പാർട്ട്ണർമാരാണെന്ന് നമ്മൾ നിങ്ങളെ ഓർമ്മിപ്പിക്കേണ്ട അവസ്ഥ വരികയാണ്. അപ്പോൾ അതാണെന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് കൊടുത്തില്ല എന്നാണ് പറയുന്നത്. ഇവരോട് പറഞ്ഞത് മാർച്ച് 30-ാം തീയതിക്ക് റിപ്പോർട്ട് കിട്ടണം, അല്ലെങ്കിൽ ആ പൈസ പരാതിയില്ല എന്ന് പറഞ്ഞാൽ നമ്മളെ മുഴുവനങ്ങ് നമ്മൾ ഏറ്റെടുക്കും എന്നാണ് പറഞ്ഞത്. എന്നിട്ടും ഇവർ ആ ഒരു കള്ളാസ് വന്നപ്പോഴാണ് ഇവർ ഒരു വക്കീലിനെയും പിടിച്ചിട്ട് നമ്മുടെ ഹൈക്കോടതിയിൽ പോകുന്നത്. 26-ാം തീയതിയാണ് ഇവർ ഹൈക്കോടതിയിൽ പോകുന്നത്. 30-ാം തീയതി അവസാനമായിട്ട് ലാസ്റ്റ് ഡേറ്റ് ആയിട്ടുള്ള സംഭവത്തിന് 26-ാം തീയതി ഇവർ പോകുന്നു. അപ്പോൾ എന്തോ പിന്നെ ഇവരുടെ കാലക്കേടിന് അത് എടുത്തത് 1-ാം തീയതിയാണ്. അപ്പോൾ 1-ാം തീയതി അത് 5-ാം തീയതിക്ക് മാറ്റി വെക്കുകയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ 5-ാം തീയതി സംഭവമാണ് നമുക്ക് നേരെ 11-ാം തീയതിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് അവസ്ഥ, ഹൈറിച്ചുകളികളുടെ അവസ്ഥ. അപ്പോൾ ഹൈറിച്ച് ലീഡർമാരെ തന്നെ ആൾക്കാർ സംശയത്തോടു കൂടി കാണാൻ തുടങ്ങിയിരിക്കുന്നു. ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലായിരിക്കുന്നു. നമ്മൾ പറയുന്നതിലൊക്കെ കാര്യമുണ്ട് എന്ന് അവർ മനസ്സിലാക്കിയിരിക്കുന്നു. ഇവർ വെറും കളവുകളാണ്, നട്ടക്കുരുക്കാത്ത കളവുകളാണ് പറയുന്നത് എന്ന കാര്യം പണം നിക്ഷേപിച്ചവർ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു വളരെയധികം എന്നാണ് പറയാനുള്ളത്. ബൈ.